അല്ല, ഞാൻ അദ്ദേഹത്തിനോട് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ടുള്ള ഒരു പരാതി എൻ്റെ ആശങ്ക അറിയിക്കാനാണ് ഞാൻ വന്നത്. കേസ് അന്വേഷണം ഒരിടത്തും ആയിട്ടില്ല. CBI അന്വേഷണത്തിൽ ഗവൺമെൻറ് തന്നെ തെറ്റായ പേപ്പർ കൊടുക്കുന്നു. ഞാൻ എവിടെയൊക്കെ എത്ര ദിവസങ്ങളിൽ എവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കും? അതുകൊണ്ട് എന്നെ സഹായിക്കുന്ന ആൾക്കാരുടെ, ഞാൻ മുമ്പേ പറഞ്ഞു, എന്നെ സഹായിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകും. അങ്ങനെ രാഹുൽജിയെ കാണാനായിട്ട് എനിക്ക് ഇന്നൊരു അവസരം കിട്ടി. അവസരം എനിക്ക് ഉണ്ടാക്കി തന്നു. എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരുമായിരുന്നു, എൻ്റെ നാട്ടുകാരുമായിട്ടിരുന്നുകൊണ്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം എനിക്ക് പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. അത് ശരിക്കും ഒരു സഹോദരനെ പോലെ തന്നെയാണ് അദ്ദേഹം എനിക്ക് ഒരു ഉറപ്പ് തന്നു. അദ്ദേഹം അതിൽ വേറെ ഒരു രാഷ്ട്രീയ ചായവോ അല്ലെങ്കിൽ വേറെ ഒന്നും കണക്കാക്കിയില്ല. പൂർണ്ണമായിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ അദ്ദേഹം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് തന്നു. അതിൽ ഞാൻ എനിക്ക് പറഞ്ഞാൽ പൂർണ്ണ തൃപ്തനാണ്. അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടത്. അതിനുവേണ്ടിയാണല്ലോ ഞാൻ വന്നത്. കേസിൻ്റെ കാര്യത്തിൽ ആശങ്ക അറിയിക്കാൻ CBI ഏറ്റെടുത്തില്ലല്ലോ. CBIക്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. CBI ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഇതുവരെയ്ക്ക് അറിയിട്ടില്ല. CBIക്ക് കേരള ഗവൺമെൻറ് തെറ്റായിട്ടുള്ള പേപ്പർ കൊടുത്തു 2-3 പ്രാവശ്യമായിട്ട്. ഇവിടെ കൊടുക്കേണ്ടത് അവിടെ കൊടുത്തു, അവിടെ കൊടുക്കേണ്ടത് ഇവിടെ കൊടുത്തു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഞാൻ വോളിബോൾ തട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഈ പേപ്പർ അവിടെ കിട്ടിയ, ആ പേപ്പർ ഇവിടെ കിട്ടിയാണ്. അപ്പോൾ എനിക്ക് പോകണമല്ലോ. എന്നെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് പോകണം. അതും കൂടെ അറിയിക്കാനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നത്. പിന്നെ പോലീസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. പിന്നെ ആ 3 പെൺകുട്ടികളുണ്ട്. 3 പെൺകുട്ടികളെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് കണ്ടുപിടിച്ച് വെച്ച് കൊടുത്തിട്ടും ആ 3 പെൺകുട്ടികളെ തൊടുന്നില്ല. ഡീനിനെ തൊടുന്നില്ല. അക്ഷയ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ക്രിമിനലിനെ തൊടുന്നില്ല. അക്ഷയയിലേക്ക് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ. അതെല്ലാം എനിക്ക് അദ്ദേഹത്തിനോട് പറയണമല്ലോ. വെറുതെ പോയിട്ട് വന്നിട്ട് കാര്യമില്ല. എൻ്റെ ആശങ്ക ഞാൻ എല്ലാം അറിയിച്ചു. അദ്ദേഹം പൂർണ്ണമായിട്ട് എനിക്ക് അതിനുള്ള സഹകരണം തന്നിട്ടുണ്ട്. അന്വേഷിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലിപ്പോൾ ഞാൻ പോകുന്നുണ്ട്. ഞാൻ കോളേജിൽ മകനെ കൊന്ന കോളേജിലോട്ട് ഞാൻ പോവുകയാണ്. പോയി നോക്കണം. ജസ്റ്റ് ഒന്ന് എനിക്ക് വിസിറ്റ് ചെയ്യണം. ഞാൻ ആഗ്രഹം ഇവിടെ പറഞ്ഞപ്പോഴേ സിദ്ദീഖ് സാർ പറഞ്ഞ് ഓക്കെ അതിനുള്ള സാറിന് ചെയ്തു തരാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു.